ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരു വലിയ സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ഇരട്ടിക്കുന്നു. വൈദികർ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വൈദികർക്ക് അഭിഷേകം കൂടുന്നു. ഒരു ദേശം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിന് ധാരാളം നന്മകൾ, അഭിഷേകമുണ്ടാകുന്നു. ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. മകളെ, ഐശ്വര്യപൂർണമായ ഭാവി പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ജോലിയിൽ ഐശ്വര്യം കാണാതെ ദുഃഖനേരങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടാകും. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നതിൻ്റെ സന്തോഷമില്ലായ്മ, സഹപ്രവർത്തകരുടെ, മേലുദ്യോഗസ്ഥരുടെ അപ്രീതി, അതുപോലെ തന്നെ നല്ലതുപോലെ ജോലി ചെയ്യാനുള്ള പ്രാപ്തി കുറവ്, സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇവിടെയൊക്കെ നമ്മുടെ ഐശ്വര്യം, അനുഗ്രഹം കുറഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, അപ്പോൾ നിനക്ക് ഐശ്വര്യമുണ്ടാകും, ഇരട്ടി ഐശ്വര്യമുണ്ടാകുമെന്ന്. ദൈവം അളന്നല്ല നമുക്ക് കൃപ തരുന്നത്, അളവില്ലാതെയാണ് നന്മ തരുന്നത്. ദൈവവചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷമുണ്ടാകും. ദൈവം സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന് ഐശ്വര്യമുണ്ടാകുമെന്നല്ല പറയുന്നത്, ഇരട്ടി ഐശ്വര്യമുണ്ടാകുമെന്ന്. ജോബ് സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഐശ്വര്യം തിരിച്ചു കിട്ടി, മാത്രമല്ല ഇരട്ടിയായി തിരിച്ചു കിട്ടി. നമുക്കും വേണ്ടേ ഇങ്ങനൊരു ജീവിതം? നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി കിട്ടുന്ന ഒരു അനുഗ്രഹം. വചനം എഴുതി വെച്ച് പഠിക്കുക, ആവർത്തിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ സഹോദര, സഹോദരി, നിന്റെ കുടുംബത്തിന് വാതിൽക്കൽ ഇതാ കർത്താവ് നോക്കി നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ. ഇത് ഷെയർ ചെയ്യുന്നവരിലും ഇത് എത്തിച്ചേരുന്നവരിലും ഇരട്ടി അനുഗ്രഹം, ഇരട്ടി ചൈതന്യം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.